സർ, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ആരോഗ്യ ഡാറ്റ സ്പ്രിംഗ്ലർ എന്ന സ്ഥാപനത്തിന് നൽകിയത് വിവാദമായിരുന്നു. സർ, ഇതിന് ശേഷം ആരോഗ്യ ഡാറ്റ സംരക്ഷിക്കാൻ സർക്കാർ നടത്തിയ പ്രവർത്തനം വിശദമാക്കാം. യെസ് മിനിസ്റ്റർ. സർ, അതിനുശേഷം എന്നുള്ളതല്ല, ബഹുമാനപ്പെട്ട അംഗം ഞാൻ നേരത്തെ ഇവിടെ ഉത്തരത്തിൽ പറഞ്ഞു. അതായത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഡേറ്റ പോളിസി വളരെ കൃത്യമായി അല്ലെങ്കിൽ ശക്തമായി ഒരു വ്യക്തിയുടെ പ്രൈവസി എത്രത്തോളം എൻഷുർ ചെയ്യാമോ, രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം അനുസരിച്ചിട്ടുള്ള എല്ലാ പ്രൊട്ടക്ഷനുകളും അല്ലെങ്കിൽ പ്രൈവസി കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഇ ഹെൽത്ത് സംവിധാനത്തിൽ നമ്മുടെ സ്റ്റേറ്റ് ഡാറ്റാ സെൻറ്ററിലാണ് ഈ കാര്യങ്ങൾ സൂക്ഷിക്കുന്നത്. ഇതിലേതെങ്കിലും തരത്തിലുള്ള ഒരു വീഴ്ച ഉണ്ടാകുന്നതിന് ഇടയാക്കാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് RCCയിലും ഇത്തരത്തിലുള്ളൊരു സൈബർ അറ്റാക്ക് തുടങ്ങിയപ്പോൾ തന്നെ നമുക്കത് കണ്ടുപിടിക്കുന്നതിനും അത് മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കുന്നതിനും തടയുന്നതിനും നമുക്ക് സാധിച്ചത്.